കോവിഡിന് ശേഷം ഇതുപോലെ ഒരുപാട് വാഹനം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളായിട്ട് ഉപേക്ഷിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടാക്സ് ഒക്കെ അടച്ച് പുറത്തിറക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഓണേഴ്സിന് ചിലവും. അതിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് കേരള MVD ഇപ്പോൾ വന്നിട്ടുള്ളത്. 31/3/2020 ശേഷം ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത വാഹനങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇതുപോലെ പെട്ടുപോയ വാഹനങ്ങളോ കാണാണ്ട് പോയ വാഹനങ്ങളോ തുടങ്ങിയവ എല്ലാത്തിനും ഈ ഒരു ഒറ്റ തവണ ടാക്സ് അടയ്ക്കുന്നുണ്ട്. കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡാണ്. ശരിക്കും ഈ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് അടയ്ക്കാതെ വളരെ ചെറിയൊരു എമൗണ്ട് അടച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MVD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 31/3/2025 അതിന് വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഈ ബസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാണുള്ളത്. കാരണം ഇങ്ങനെ ഇത്രയും വിലയുള്ള വാഹനം ഇങ്ങനെ നശിച്ചു പോകണമെന്ന് വളരെ സങ്കടമാണുള്ളത്. പക്ഷേ മേ ബി ഇതുപോലെ ടാക്സ് അടയ്ക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച് ഒരു ദിവസം നമ്മുടെ കേരള ലൈൻസ് ഒക്കെ തിരിച്ചു വന്നുള്ള ഏൺ കണക്റ്റും തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കോവിഡിന് ശേഷം ഇതുപോലെ ഒരുപാട് വാഹനം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളായിട്ട് ഉപേക്ഷിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടാക്സ് ഒക്കെ അടച്ച് പുറത്തിറക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഓണേഴ്സിന് ചിലവും. അതിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് കേരള MVD ഇപ്പോൾ വന്നിട്ടുള്ളത്. 31/3/2020 ശേഷം ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത വാഹനങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇതുപോലെ പെട്ടുപോയ വാഹനങ്ങളോ കാണാണ്ട് പോയ വാഹനങ്ങളോ തുടങ്ങിയവ എല്ലാത്തിനും ഈ ഒരു ഒറ്റ തവണ ടാക്സ് അടയ്ക്കുന്നുണ്ട്. കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡാണ്. ശരിക്കും ഈ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് അടയ്ക്കാതെ വളരെ ചെറിയൊരു എമൗണ്ട് അടച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MVD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 31/3/2025 അതിന് വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. അതുപോലെ ഈ ബസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാണുള്ളത്. കാരണം ഇങ്ങനെ ഇത്രയും വിലയുള്ള വാഹനം ഇങ്ങനെ നശിച്ചു പോകണമെന്ന് വളരെ സങ്കടമാണുള്ളത്. പക്ഷേ മേ ബി ഇതുപോലെ ടാക്സ് അടയ്ക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച് ഒരു ദിവസം നമ്മുടെ കേരള ലൈൻസ് ഒക്കെ തിരിച്ചു വന്നുള്ള ഏൺ കണക്റ്റും തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം.